ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയാണ്. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കറി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഈ കറിയിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. തക്കാളിയും സവോളയും കോളിഫ്ലവർ മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ കോളിഫ്ലവറിൽ പലപ്പോഴും ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഒരു നുള്ളുപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഈ കോളിഫ്ലവർ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ചൂട് തട്ടുമ്പോൾ പുഴുക്കളൊക്കെ ഇറങ്ങി വരും. അങ്ങനെ നമുക്കത് കളയാൻ പറ്റും. പിന്നെ ആ വെള്ളം ഊറ്റിയതിന് ശേഷം കോളിഫ്ലവർ മാറ്റി വെക്കുക. ഇനി നമുക്ക് കോളിഫ്ലവർ കറി റെഡിയാക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് തരിയായിട്ട് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ കുരുമുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 സവോള അരിഞ്ഞതാണ്. അപ്പോൾ സവോള റഫായിട്ട് അരിഞ്ഞാൽ മതി, കാരണം നമ്മളിതൊക്കെ വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴഞ്ഞേറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ സവോളയും തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഈ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ നേരത്തെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കോളിഫ്ലവർ ചേർത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതുപോലെ കോളിഫ്ലവറൊക്കെ ചെറിയ ഇതളുകളായിട്ട് വേണം മുറിച്ച് വയ്ക്കാൻ, എന്നാലേ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്നെറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി സവോള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച തക്കാളിയും സവോളയും കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ വളരെ ഫൈനായിട്ട് വേണം അരച്ച് വെക്കാനായിട്ട്. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടാണ്. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ നേരത്തെ അരച്ച അരപ്പും ഈ മസാലയും കൂടി ചേർത്ത് എണ്ണയിൽ കിടന്ന് എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ സിമ്മിലിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ
ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കോളിഫ്ലവർ കറിയാണിത്. നമ്മൾ തക്കാളിയും സവോളയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർക്കണം എന്നുള്ളവർ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.